ആ പോയെന്ന് നമ്മളെ ചാലഞ്ച് എന്ന് വെച്ചെങ്കില് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആണ്. കളർ ഗിഫ്റ്റ് എക്സ്ചേഞ്ച്. അപ്പൊ അതിന്റെ കളേഴ്സ് എന്തല്ല കാണിച്ചു തരാം. കളേഴ്സ് ഇതെല്ലാം പിങ്ക്, പർപ്പിൾ, യെല്ലോ, വൈറ്റ്, ബ്ലൂ, റെഡ്. അപ്പം നമുക്ക് ഒരു ബഡ്ജറ്റിന്റെ ഉള്ളിൽ ഗിഫ്റ്റ് വാങ്ങണം. ഓക്കെ, നമുക്ക് വാങ്ങിച്ചാണ്. ഓക്കെ, ബൈ. ഗിഫ്റ്റ്സ് വാങ്ങാനായി DIYന്റെ ഉള്ളിൽ കയറിയപ്പോ നമുക്കൊരു സിനിമയത്തെ സീൻ ഓർമ്മ വന്നു. അയ്യോ എന്റെ TV, അയ്യോ എന്റെ ഫ്രിഡ്ജ്, അയ്യോ എന്റെ വാഷിംഗ് മെഷീൻ, അങ്ങനെ കണ്ടുപോലെ ഉണ്ടായത്. കാരണം എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്തെടുക്കണം, എങ്ങനത്തെ ഐറ്റംസ് എടുക്കണം എന്ന് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. കാരണം കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ഔട്ടാണ്. ഓരോ സെക്ഷനിൽ ഓരോ ക്യൂട്ട് ഐറ്റംസ്, ക്യൂട്ട് സ്റ്റേഷനറീസ് എല്ലാം കാണുമ്പോൾ ലൈക്ക് നമ്മൾക്ക് തന്നെ തോന്നൂലേ എന്താ എടുക്കാം, എല്ലാം എടുത്ത് കാട്ടിലിടാൻ തോന്നും. അതേപോലെ തന്നെ എന്നെ ചെയ്തത് ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഓരോ ഐറ്റം കാണുമ്പോൾ ഓക്കെ ഇതെടുക്കാന്ന് വെച്ചാൽ എല്ലാം കാട്ടിലിട്ട് ലാസ്റ്റ് കളർ എക്സീഡ് ചെയ്ത് ഐറ്റംസിന്റെ നമ്പർ എക്സീഡ് ചെയ്ത് ലാസ്റ്റ് എല്ലാം ബാക്കിലേക്ക് വെക്കേണ്ട വരെ ചെയ്ത്. അതേപോലെ തന്നെയാ നാജിക്കും. കാരണം ഓക്കും ഒരു ഐഡിയ ഇല്ല എങ്ങനത്തെ ഐറ്റംസാ വാങ്ങണ്ടേ, എന്ത് ഐറ്റംസാ വേണ്ടേ. കാരണം ഒന്നാമത് നമ്മൾ ലിമിറ്റ് വെച്ചിന്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ ഞാൻ നോട്ടീസ് ചെയ്തത് ഇവിടെ കിഡ്സിന് മാത്രമല്ല വലിയ ആൾക്കാർക്കും ഒരേ ടൈം എൻജോയ് ചെയ്യാൻ കഴിയും. കാരണം അവർക്കും പറ്റുന്ന ടൈപ്പ് ഓഫ് ക്യൂട്ട് ഐറ്റംസ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പം അവർക്കും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അവർക്കും ഇഷ്ടപ്പെടുന്നാക്കി അവരെ ഇഷ്ടത്തിന് വാങ്ങാൻ കഴിയുമായിരിക്കും. ഏത് മനസ്സിലായില്ലേ? നമ്മൾ രണ്ടാളും ഒരേ സ്ഥലത്താ പോയതെങ്കിലും നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഓൾ അപ്പുറത്തെ സൈഡ് ആയിരിക്കും, ഞാൻ ഇപ്പുറത്തെ സൈഡ് ആയിരിക്കും. നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്ത് ചോദിക്കുകയും ചെയ്തേ. ലാസ്റ്റ് ഒരു 1.5 hours അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇറങ്ങാൻ തോന്നിയെന്ന് പറയാൻ കഴിയില്ല. നാജി അവിടെ തന്നെ ഇറക്കി വിട്ടേ ബില്ലടിക്കാൻ പോകുന്നു പറഞ്ഞിട്ട്. ഈ വാങ്ങുന്ന ഐറ്റംസിലും നാജിക്കായോണ്ട് എന്റെ മൈൻഡിൽ ഒറ്റ തോട്ടേ വന്നിട്ടില്ലു, എല്ലാം അടിപൊളിയാണ്. നാജിന്റെ ഭാഷ പറഞ്ഞ എല്ലാം ക്യൂട്ട് ആവണം. അതെ, ഓക്കെല്ലാം ഈ ക്യൂട്ടും ഓളെ എസ്തെറ്റിക്സിന് മാച്ച് ആവുന്ന കാര്യങ്ങൾ കണ്ടാലേ ഇഷ്ടാവും. അല്ലെങ്കിലും ഇഷ്ടാവും, പക്ഷെ അതെല്ലാം കണ്ടാലേ ഓളെ മുഖത്ത് ഒരു വാവ് ഫേസ് തരും. ആ വാവ് ഫേസ് കാണുമ്പോൾ ഇപ്പുറത്തില്ലാക്കും ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്താലും നമുക്ക് മതിയാവില്ല. കാരണം നമ്മൾ ചൂസ് ചെയ്ത് സെലക്റ്റീവായിട്ട് സെലക്ട് ചെയ്യും. കാരണം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കണ്ടാലേ ഓളെ മുഖത്ത് ആ വാവ് ഫേസ് വരും. കാരണം കുറച്ച് ഐറ്റംസ്, കുറച്ചല്ല എല്ലാ ഐറ്റംസും ഒക്കെ നല്ലോണം ഇഷ്ടമായി. അതേപോലെ തന്നെ ഓള് തന്ന ഐറ്റംസ് എനിക്ക് നല്ലോണം ഇഷ്ടമായി. കാരണം ഞാൻ എപ്പോഴല്ലോ വേണോ പറഞ്ഞ ഐറ്റംസ് ആണ് നോക്കി. അങ്ങനെ നമ്മൾക്കും വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ എഫേർട്ട് എടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യമല്ലേ? അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും അങ്ങനെ ചെയ്തു. നമ്മളെ പർച്ചേസ് കഴിഞ്ഞ് നമ്മളതിന് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്ത് കാണാം. ഓക്കെ, അങ്ങനെ ബില്ലും ചെയ്ത് ഓളും വെയിറ്റ് ചെയ്ത് ഓളും ബില്ല് ചെയ്ത് നമ്മൾ നേരെ ഗിഫ്റ്റ് ചെയ്യാൻ പോയി. അപ്പൊ നമ്മളെ കളർ ഗിഫ്റ്റ് ചാലഞ്ച് ആയി. ഓക്കെ, പിങ്ക് എടുത്തു. നീ കണ്ടു? ഇല്ല, ഒന്നും കണ്ടിട്ടില്ല. ഇന്ന് സോക്സ് വേണോ പറയുന്നത്? സംതിങ് ഞാൻ അടുത്ത കളർ ബ്ലൂ എടുത്തു. ഓക്കെ, ഞാനിത് കണ്ടിന് സ്റ്റിക്കിനോട്ട്. പക്ഷെ എനിക്കിത് എന്താണ് ഇത് യൂസ് അറിയാത്തോണ്ട് ഇത് നല്ല അത് ആസ്വദിച്ചില്ലേ? ആറൊക്കെ ഉണ്ട്. ഒന്നും കൂടി ഉണ്ട് ബ്ലൂ. ഇതാ ഫസ്റ്റ് നേരത്തെ ഭയങ്കര ഇഷ്ടം. അടുത്തത് ഇത് ഇതിനൊക്കെ ഇട്ട് വെക്കാം. ഇതൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇത് പാത്രത്തിന്റെ സെക്ഷൻ ലാവൻഡർ. ആയാ റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇതേപോലെ തന്നെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ലെമൺ ഷീറ്റ് മാസ്ക്. ഇത് വൈറ്റ്.
ഇതൊന്നാ രണ്ടാണ് സെപ്പറേറ്റ് രണ്ടെണ്ണോ മറ്റേത് ബീച്ചല്ലേ വീഡിയോ എടുക്കട്ടെ. എനിക്ക് ഞാൻ തന്നതിൽ ഏറ്റവും ഇഷ്ടമായത് ഏതാ? എന്നാലും ഏറ്റവും എനിക്കറിയാം അതിലിട്ട എനിക്ക് പിടിക്കും. ഭയങ്കര ഇഷ്ടമാണ്. ഞാന് സോക്സ് ചെയ്യുന്നത് ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, എന്നാലും ഓക്കെ. പക്ഷെ ഞാൻ പെണ്ണ് ഞാൻ യൂസ് ചെയ്യലില്ലെങ്കിലും ഞാനിങ്ങനെ ഡിസ്പ്ലേക്ക് ഇങ്ങനെ ഇതിൽ എനിക്ക് ഇഷ്ടമായത് ഇതും ഇതും ഈ ചിക്കൻ നോട്ട്സും ഈ മാല ഏറ്റവും ഇഷ്ടമായി. പിന്നെ ഇതിന്റെ യൂസ് എനിക്ക് അറിയില്ല. പിന്നെ ഇതും എനിക്ക് മേക്കപ്പ് ഉമ്മാനേമലായിരിക്കും ഉണ്ടാവാൻ കുറച്ചാല്. ഇതെനിക്ക് അറിയാൻ ഇഷ്ടമായി. ഇന്നത്തെ വ്ളോഗ് അത്രയുള്ളൂ. അപ്പൊ ഓക്കെ ബൈ ബൈ.